ഓക്കെ ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ശ്രേണികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്പർ വൺ, നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ആദ്യത്തെ കാര്യം, നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ്സിൽ വരുന്ന അല്ലെങ്കിൽ ഓക്സി ഹാൻഡിൽ ചെയ്യുന്ന അല്ല ഓക്സിയിലൂടെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു പ്രൊഡക്റ്റും മെഡിസിൻ അല്ല. ഫസ്റ്റ് വേർഡ് ആണ്, ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ. ഇതൊരു മരുന്നല്ല. അതായത് ആ മരുന്ന് കഴിച്ചു, ആ മരുന്ന് കഴിച്ചപ്പോൾ ഗുണമുണ്ടായി, ആ മരുന്നാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നൊരു ടെർമിനോളജി നമ്മൾ ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ പറയരുത്. നമ്മളോടും പറയരുത്, പബ്ലിക്കിനോടും പറയരുത്. ദിസ് ഈസ് നോട്ട് എ മെഡിസിൻ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊരു മരുന്നല്ല. പിന്നെ എന്താ ഇത്? ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഭക്ഷ്യ മീൻസ് ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ്. പക്ഷെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് സപ്ലിമെന്റ്സ് ഫോർ മെഡിസിനൽ പർപ്പസ് എന്നാണ്. FSMP, ഫുഡ് സപ്ലിമെന്റ്സ് ഫോർ മെഡിസിനൽ പർപ്പസ്. അതായത് ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതൊരു മരുന്നിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ആ മരുന്നിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് ഇന്ത്യയിൽ കൊടുക്കുന്ന പരമോന്നതമായിട്ടുള്ള ലൈസൻസിങ് ആണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അപ്പം ഇത് പക്ക, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് ഇത്. ഇതൊരു മരുന്നല്ല. ആ ടെർമിനോളജി നിങ്ങൾ ആദ്യമേ ബൈഹാർട്ടാക്കി വെക്കണം. ഇതൊരു കാരണവശാലും പുറത്ത് സംസാരിക്കുന്ന സമയത്ത് മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മെഡിസിൻ ആണ്, മെഡിസിൻ ടെർമിനോളജി ഒരു കാരണവശാലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റിന്റെ ടെർമിനോളജീസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഫേസ്, ദിസ് ഈസ് നോട്ട് എ മെഡിസിൻ. അറിഞ്ഞോ അറിയാതെയോ ഈ മെഡിസിൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരരുത്. ഇത് മരുന്നല്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർലി പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സസ്യങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളും അതായത് ഫൈറ്റോ കെമിക്കൽസ്, അതായത് സസ്യങ്ങളുടെ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇഞ്ചി എടുക്കുകയാണെങ്കിൽ ഇഞ്ചിയിൽ ഒരുപാട് ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ട്. ആയുർവേദത്തിൽ ഇഞ്ചി സമൂലം മുഴുവനുമായിട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ചെടിയാണെങ്കിൽ സമൂലം എന്ന് പറയും. വേര്, തണ്ട്, കായ്, ഇല എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ആയുർവേദത്തിൽ ഇടുന്നതെങ്കിൽ ഇവിടെ ഫൈറ്റോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജിയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ബയോടെക്നോളജിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ആ പ്ലാന്റ്, ഇപ്പൊ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചിയിലെ ഏറ്റവും ആക്റ്റീവായ കമ്പോണന്റ് എന്ന് പറയുന്നത് ജിഞ്ചറോൺ ആണെങ്കിൽ ജിഞ്ചറോണിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഈ ജിഞ്ചറോൺ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പൊ സമൂലമായിട്ട് ഇപ്പൊ ഒരു ഇഞ്ചി എടുത്തു, ഇഞ്ചിക്കകത്ത് ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. ഇഞ്ചിയിലേക്ക് ജിഞ്ചറോണിന്റെ റേഷ്യോ 15% കരുതുക. അപ്പൊ സമൂലമാകുമ്പോൾ ബാക്കി എല്ലാ കോമ്പോണൻസും കൂടി ചേർന്നിട്ട് ആയുർവേദത്തിൽ വരിക. പക്ഷെ നമ്മുടെ ഇതിലേക്ക് ഫൈറ്റോ കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ ആ 15% ഉള്ള ജിഞ്ചറോൺ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഈ ജിഞ്ചറോൺ ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസിൽ നിന്നും 15% കിട്ടുമ്പം അത് 100% നമുക്ക് പ്യുവർ ആയിട്ടുള്ള ജിഞ്ചറോൺ മാത്രമാണ് കിട്ടുക. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ തമ്പിടുക, ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് അടിക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പം ഈ ജിഞ്ചറോൺ ആണ് നമ്മൾ ഈ കോമ്പോണൻസ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഓരോ സസ്യങ്ങളിലും കൃത്യമായിട്ടും ഓരോ ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്. ഇത് സസ്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, ഇത് മൃഗങ്ങളിലും ഉണ്ട്. ഇപ്പം ആടിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ആടിന്റെ മാംസത്തിൽ നിന്നൊക്കെ ഫൈറ്റോ കെമിക്കൽസ് കിട്ടും. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല കോമ്പോണൻസ്, വെജിറ്റേറിയൻ കോമ്പോണൻസും ഉണ്ട്, നോൺ വെജിറ്റേറിയൻ കോമ്പോണൻസും ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി പ്ലാന്റ് ബേസ്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് ഫൈറ്റോ കെമിക്കൽസിനെ കുറിച്ചിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽസിനെയൊക്കെ പറയുന്ന സമയത്ത് ആയുർവേദത്തിന്റെ പിന്നെ ആടിന്റെ രസായനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അല്ലെ അജമാംസ രസായനം അല്ലെ ആയുർവേദത്തിലുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അടുത്ത ചോദ്യം വരുന്ന സമയത്ത് അത് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ നിന്നും നമുക്ക് ഫൈറ്റോ കെമിക്കൽ എടുക്കാൻ പറ്റും. പക്ഷെ
നമ്മളെ പ്രൊഡക്ട്സ് നമുക്ക് 4000-ലധികം പ്രൊഡക്ട്സ് നമ്മളുടെ ഫോർമുലേഷൻസ് കംപ്ലീറ്റഡ് ആയി കിടക്കുന്ന 4000 പ്രൊഡക്ട്സിന്റെ സെഗ്മെന്റ് നമുക്കുണ്ട്, 4000-ഓളം പ്രൊഡക്ട്സ്. അതിൽ പരമപ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഇനീഷ്യലി 15 പ്രൊഡക്ട്സുകളാണ് വന്നിരിക്കുന്നത്. ഈ 15 പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ആയിട്ട് വന്നതല്ല, ഒരു ആവശ്യം വന്നു. ഇപ്പം അർഷാദ് സാറ് യാത്ര ചെയ്യുമ്പോൾ അർഷാദ് സാറിന് ബ്ലോട്ടിംഗ്, വിവിധ ഭക്ഷണം കഴിക്കുമ്പോൾ അർഷാദ് സാറ് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ബ്ലോട്ടിംഗ് ഒരു പ്രശ്നമാണ്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വയറ് പല ഫുഡാണ്, വയറ് നാശമാവും. വയറ് നാശമാവുന്ന സമയത്ത് അതിനെന്ത് സൊല്യൂഷൻ കാണുമ്പോഴാണ് GD മിക്സ് എന്ന് പറഞ്ഞ സാധനം അവിടെ ആദ്യം അദ്ദേഹം ഉണ്ടാക്കുന്നു, അത് നമ്മൾ കഴിക്കുന്നു, നമുക്ക് റിസൾട്ട് വരുന്നു, ഓട്ടോമാറ്റിക്കലി ബാക്കിംഗ് ആയി. അപ്പം ഒരു പ്രൊഡക്റ്റ് വരുന്നതിന് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ആയിട്ടാണ് ഓരോ പ്രൊഡക്റ്റ്. പേഴ്സണലി ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയ 15 പ്രൊഡക്ട്സുകളും ഇവിടെയുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ്സിൽ. ഇതിൽ പ്യൂർലി പ്ലാന്റ് ബേസ്ഡ് ആണ്, സീറോ കെമിക്കൽ. അതായത് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻസും ഇതിനകത്തില്ല, ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ കാലം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോണൻസും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിട്ട് വേണം പ്രൊഡക്റ്റിന്റെ യൂസസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞ എന്താണ്, ഇത് മരുന്നല്ല. രണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ഇത് ശരിക്കും ഓരോ ഉൽപ്പന്നത്തിന്റെയും അല്ലെങ്കിൽ ഓരോ സസ്യത്തിന്റെയും ആക്റ്റീവ് കോമ്പോണൻസ്, അതിന്റെ ഫൈറ്റോ കെമിക്കൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ സപ്ലിമെന്റ് റൺ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേര് എത്തിനോ മെഡിസിൻ എന്നാണ്. എന്താണ് എത്തിനോ മെഡിസിൻ? എത്തിനോ മെഡിസിൻ എന്നത് ഈ ഒരു സയന്റിഫിക് റിലേഷൻസിന്റെ റിസർച്ചിന്റെ മേഖലയാണ് എത്തിനോ മെഡിസിൻ. അതായത് ഈ ഫൈറ്റോ കെമിക്കൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സും എക്സ്പെരിമെന്റും ചെയ്യുന്ന ഈ ഒരു യൂണിഫൈഡ് പാറ്റേണിനെ വിളിക്കുന്ന എത്തിനോ മെഡിസിൻ. അപ്പം നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മളൊരു അസുഖം വന്നാൽ ഡോക്ടറെ കാണാനാണ് പോവുക. ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ മെഡിസിൻ നമുക്ക് തരും. ആ മെഡിസിൻ ഡോക്ടർ ഉണ്ടാക്കിയതാണോ? നിങ്ങൾക്ക് ഇപ്പോൾ ഹോമിയോയിലായാലും ആയുർവേദത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം, അലോപ്പതിയിലാണെങ്കിലും ഡോക്ടർ ഒരു മെഡിസിൻ നിങ്ങൾക്ക് തരുമ്പോൾ ആ മെഡിസിൻ ആ ഡോക്ടർ ഉണ്ടാക്കിയതായിരിക്കില്ല 99%. കാരണം മെഡിസിൻസ് ഉണ്ടാക്കുന്നത് സയന്റിസ്റ്റുകളാണ്, മരുന്ന് ഉണ്ടാക്കുന്നത് സയന്റിസ്റ്റുകളാണ്. പക്ഷെ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? ഡോക്ടറാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സിന്റെ അടുത്ത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് പോയി ക്യൂ നിൽക്കുന്നത്. അതായത് അവരുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ മെഡിസിൻ ആദ്യം സെറ്റ് ചെയ്തു, ഇന്നൊരു കാര്യത്തിന് ഇന്നൊരു മെഡിസിൻ സയന്റിസ്റ്റുകൾ എല്ലാം കൂടി ചേർന്ന് അതിന്റെ ഫോർമുലേഷൻ ആക്കി അതിനെ കൃത്യമായി ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഡോക്ടറെ അടുത്ത് നേരെ കൊണ്ടുപോയി അവതരിപ്പിച്ച് ഡോക്ടറെ കൊണ്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫാർമാസ്യൂട്ടിക്കൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മളെ സംബന്ധിച്ച്, നമ്മളെ ഓക്സിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഡോക്ടർ സജീവ്, ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ആക്കി വെച്ചതാണ്, കാരണം നെറ്റ്വർക്കിന് ചെറിയൊരു എറർ ഉണ്ട്. ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ബ്ലർ ആയിട്ടാണ് കാണിക്കുള്ളൂ. ഇങ്ങനെ മതിയോ? അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡോക്ടർ സജീവ് എന്ന് പറഞ്ഞാൽ എത്തിനോ മെഡിസിനിലെ വൺ അമംഗ് ദ സയന്റിസ്റ്റ് ഇൻ ഇന്ത്യ. അതായത് ആദ്യത്തെ ടോപ്പ് ലിസ്റ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളിൽ ഒരാളാണ് ഡോക്ടർ സജീവ്. അപ്പൊ ഡോക്ടർ സജീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെൻഷൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അതായത് കണ്ടുപിടുത്തങ്ങൾ, റിസർച്ചുകൾ, R&D പ്രോസസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സീനിയർ സയന്റിസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രൊഡക്ഷൻ, ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിൽ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടത് വ്യവസായവും വാണിജ്യത്തെക്കാൾ കൂടുതൽ വേണ്ടത് വ്യവസായമാണ്. വ്യവസായമാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഒരു രാജ്യത്തിലേക്ക് കൊടുക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു വ്യവസായവും ഉണ്ട്, വാണിജ്യമുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, അതിന് R&D ഉണ്ട്. ഈ R&Dയുടെ തലപ്പത്തിരിക്കുന്നത് ഡോക്ടർ സജീവാണ്. അദ്ദേഹം എന്താ ചെയ്യുക? ഓരോ ഫോർമുലേഷൻ എക്സ്പെരിമെന്റ് ചെയ്ത് അത് കൃത്യമായിട്ടുള്ള ആക്റ്റീവ് കോമ്പൗണ്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിനെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലേഷനിലാക്കി തരും. ഇതിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഒരു പാനൽ അതോറിറ്റി ഉണ്ട്. ആ പാനൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഒരു അതോറിറ്റി, അപ്രൂവൽ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ AV സുരേഷ്, കാസർഗോഡ് DMO ആയിരുന്നു, DMO ആണ് അദ്ദേഹം. ഒരു വെൽനസ് അഡ്വൈസറും കൂടിയാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വെൽ നോൺ സ്പീക്കറും കൂടിയാണ്.
അപ്പം നമ്മളെ കയ്യിൽ എന്തുണ്ട്? സയന്റിസ്റ്റും ഉണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ആരുണ്ട്? ഡോക്ടറുമുണ്ട്. ഈ 2 കാര്യവും എവിടെയുണ്ട്? ഓക്സിയിലുണ്ട്. ഇനി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു ഫോർമുലേഷൻ മെത്തേഡ് റൺ ചെയ്യണമെങ്കിൽ ഇതിന്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഈ 2 കൂട്ടരും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം വരും, ഇത് മെഡിസിൻ അല്ല, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. പക്ഷേ റിസർച്ച് ചെയ്ത് അതിന്റെ ഫൈൻഡിങ്സ് എടുത്ത് ക്ലിനിക്കൽ ടെസ്റ്റും സർവേസും ഒക്കെ പൂർത്തീകരിക്കേണ്ടത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സുരേഷ് ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു വയസ്സായിട്ട് ബ്രെയിൻ സ്ട്രോക്ക് ആയിട്ട് ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു അമ്മ എഴുന്നേറ്റ് നടന്നു. ആദ്യം അത് പിന്നെ വാക്കറിൽ നടക്കുന്നു, പിന്നെ യൂറിൻ ബാഗ് പിടിച്ച് നടക്കുന്നു, പിന്നീട് യൂറിൻ ബാഗ് ഇല്ലാതെ നടക്കുന്നു. അപ്പൊ ഈ പ്രോസസ് ഒക്കെ ടെസ്റ്റ് പ്രോസസ്സ് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് തന്നെ ഓതറൈസ്ഡ് അപ്രൂവൽ അതോറിറ്റി ഉണ്ട്. അവിടെ നിന്നാണ് കൃത്യമായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും അതിനകത്ത് നമ്മൾ ഒരു ഡാറ്റ ചാർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ എല്ലാ മീറ്റിംഗിലും അർഷാദ് സാറ് പറഞ്ഞു തരുന്നതാണ് ഡാറ്റ ചാർട്ട്. എന്താണ്? കഴിക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിന്റെ ലാബ് റിപ്പോർട്ട് എടുത്ത് ആ ഡേറ്റ് മെൻഷൻ ചെയ്ത് അതിന്റെ വാല്യൂ ആ ചാർട്ടിൽ ആഡ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഓരോ ദിവസം കഴിക്കുന്ന കോഴ്സ് അവിടെ മെൻഷൻ ചെയ്ത് ഒരു 15 ഡേയ്സ്, ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ ടെസ്റ്റ് ചെയ്തിട്ട് അത് വീണ്ടും റിപ്പോർട്ടാക്കാം. ഈ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് നിങ്ങൾ അയച്ചു തരുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഒരു പാനൽ ഉണ്ട് ഇവിടെ. അതിനൊരു ഹയർ ലെവൽ പാനൽ ഉണ്ട്. പാനൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇത് ഓൾറെഡി എന്താണ് സയന്റിഫിക്കൽ മെത്തേഡില് ഇതിനകത്ത് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള അവരുടെ സജഷൻസ് ഉണ്ടാവും. ആ സജഷൻസ് അനുസരിച്ചാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പുകൾ പോവുക. അപ്പം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള കോർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്തിനോ മെഡിസിനെ ബേസ് ചെയ്തുകൊണ്ടും ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടും എന്താ പറയുന്നത്, നോൺ ആയിട്ടുള്ളതും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു അതോറിറ്റി ഇവിടെയുണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം. അതായത് നമ്മൾ പുറത്തു പോയി സംസാരിക്കുമ്പോൾ നിങ്ങൾ നേരിടാവുന്ന ചോദ്യങ്ങളിൽ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് ഞാൻ ആദ്യമേ പറയുന്നത് പ്രൊഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് തമ്പിടാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് മെഡിസിൻ അല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ എത്തിനോ മെഡിസിന്റെ ഫൈറ്റോ കെമിക്കൽസിന്റെ എക്സ്ട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഫോർമുലേഷനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. പിന്നെ ഇത് ഫൈൻഡിങ്സ്, ഇത് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ റിസർച്ച് ചെയ്യുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ഒരു R&D ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു R&D ഉണ്ട്. അതായത് മറ്റൊരു കമ്പനിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ബോട്ടിൽ ചെയ്ത് വിൽക്കുന്നതല്ല നമ്മുടേത്. ഓൺ പ്രൊഡക്ട്സ്, നമ്മുടെ 15 പ്രൊഡക്ട്സ് എല്ലാം അതിന്റെ അച്ഛനും നമ്മളാണ്, അമ്മയും നമ്മളാണ്. ഇതിന് വേറൊരു അവകാശികൾ പുറത്തില്ല. അതായത് ഇൻ ഹൗസ് പ്രൊഡക്ട്സ് ആണ്. ഫ്രം ദ റൂട്ട് ടു നമ്മൾ തന്നെയാണ് ഓതറൈസ്ഡ് പേഴ്സണാലിറ്റി. അപ്പൊ നമുക്ക് 3 എൻറ്റിറ്റികൾ ഉണ്ട്. ആയുർ ശ്രീ പത്മ ഡയറ്ററി സപ്ലിമെന്റ്സ് എന്നത് പ്യുവർലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു കമ്പനി ഉണ്ട്. പ്രൊക്യൂർമെന്റിന് മറ്റൊരു കമ്പനി ഉണ്ട്. മാർക്കറ്റിംഗിന് അനദർ കമ്പനി ഉണ്ട്. ആ കമ്പനിയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, പിന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഓരോ ഘട്ടത്തിലും, അതായത് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കോമ്പിനേഷൻസ് ആണ് അതിന് റിസൾട്ടുകൾ കൊണ്ടുതരുന്നത്. അതായത് ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 2 പെർട്ടിക്കുലർ ആയിട്ടുള്ള സാധനങ്ങൾ ചേരുമ്പോൾ അല്ല പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് ചേരുന്ന സമയത്ത് റിസൾട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാറ്റേണിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ നിങ്ങൾക്കൊരു ലീഫ്ലെറ്റ് തന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് തരുന്ന സമയത്ത് തന്നെ കഴിക്കുന്ന ആ ഒരു ക്രമീകരണം എങ്ങനെയാണെന്നൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ലീഫ്ലെറ്റ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. ഈ ലീഫ്ലെറ്റ് വെൽനസ് ലീഫ്ലെറ്റുകളുണ്ട്. ഈ ലീഫ്ലെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് കഴിക്കേണ്ട മെത്തേഡൊക്കെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊക്കെ ഒരു വെൽനസ് അഡ്വൈസർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനൊരു അവയർനെസ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ അവയർനെസ്സിൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാറ്റഗറി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ന്യൂട്രാസ്യൂട്ടിക്കൽ കാറ്റഗറി ഉണ്ട്,
അതേപോലെ തന്നെ വെൽനസ്, നാച്ചുറൽ ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ 15 പ്രൊഡക്ട്സുകൾ വരുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ ആണെങ്കിൽ ന്യൂട്ര ഇല്ലാത്ത പ്രൊഡക്ട്സും ഉണ്ട് നമ്മൾ കോമ്പിനേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡക്റ്റുകളാണ് കരിഞ്ജീരകം, അശ്വഗന്ധ, കുർക്കുമ ലോങ്ങ, ആർത്തോ ക്യാപ്പ് തുടങ്ങിയത് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ്സിൽ ഇല്ല. അത് വെൽനസ് കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് ആണ്. ഈ പ്രൊഡക്ട്സുകൾ വേറെയാണ്, ഈ കാറ്റഗറിയിൽ പെടുന്നതല്ല. അപ്പോൾ 15 പ്രൊഡക്റ്റും ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് 4 പ്രൊഡക്റ്റുകൾ വെച്ചിരിക്കുന്നത്. അതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് റിസൾട്ട് തരാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പിനേഷൻ നമ്മൾ. ഇപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഇവിടെ ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണ് അതിന്റെ ആക്ഷൻ, അതിനെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ ഇപ്പം ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ പിന്നെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ, നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ശ്രേണിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രാസ്യൂട്ടിക്കലിൽ തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പൗഡർ ഫോർമുലേഷൻസ് ഉണ്ട്. പൗഡർ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, പൊടി രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ക്യാപ്സ്യൂൾ ഫോർമുലേഷൻസ് ഉണ്ട്. ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളുമുണ്ട്. ഓക്കെ, അപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മെയിൻ ആയിട്ട് പൗഡർ ഫോർമുലേഷൻസ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഫോർമുലേഷൻസ് ഉണ്ട്, ലിക്വിഡ് ഫോർമുലേഷൻസ് ഉണ്ട്. അങ്ങനെ 3 ഫോർമുലേഷൻസിൽ ഇപ്പൊ നിങ്ങൾക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ 15 പ്രൊഡക്റ്റുകൾ കിട്ടും. അതായത് പൗഡർ, ലിക്വിഡ്, ക്യാപ്സ്യൂൾ. അതിൽ പൗഡർ ഫോർമുലേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം സൗണ്ടഡ് ഫ്ലോ ഒക്കെ പൗഡർ ഫോർമുലേഷൻ ആണ്. സൗണ്ടഡ് ഫ്ലോ, അതേപോലെ തന്നെ LD മിക്സ്, റിവറ്റലൈസർ തുടങ്ങിയിട്ടുള്ള TG മിക്സ് തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ പൗഡർ ഫോർമുലേഷൻ ആണ്. അതൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തരുന്നതാണ്. എന്നാൽ ഇംജണ്ണ്, ലിവാപിൽസ് അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അവയർനെസ്സിൽ ഉണ്ടാകണം. ന്യൂട്രാസ്യൂട്ടിക്കലും ന്യൂട്രാസ്യൂട്ടിക്കൽ അല്ലാത്ത പ്രൊഡക്ട്സുകളും ഉണ്ട്. അപ്പൊ അല്ലാത്ത പ്രൊഡക്ട്സ് നമ്മൾ ഈ ന്യൂട്രാസ്യൂട്ടിക്കലിൽ കോമ്പിനേഷൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ്സിൽ കോമ്പിനേഷൻ, പ്രൊഡക്റ്റ് കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലൈസൻസിങ് എല്ലാം തന്നെ നിങ്ങൾക്ക് oxyshop.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് അവിടെ മോർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതിന്റെ ലൈസൻസിങ് എല്ലാം കിട്ടും. കാരണം ഇത് പറഞ്ഞു തരുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സംശയങ്ങൾ നന്നായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ഫീൽഡിൽ പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇതിന്റെ ലൈസൻസിങ് എന്താന്ന് വെച്ചാൽ ഉടനെ തന്നെ അപ്ലൈ ലീഡറെ വിളിക്കുക, അല്ലെങ്കിൽ അത് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലീഗാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ലീഗാലിറ്റിയിൽ ഈ ലൈസൻസുകളൊക്കെ ഷോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇതാണ് ഓക്സി ഷോപ്പിന്റെ വെബ്സൈറ്റ്. ഇവിടെ ചെന്നിട്ട് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലീഗാലിറ്റി കാണാം. ലീഗാലിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനിയുടെ എല്ലാ ലൈസൻസുകളും ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടിയിലായിട്ട് കണ്ടോ വെൽനസ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് ഉള്ള സർട്ടിഫിക്കേഷന്റെ മെത്തേഡ് കാണാൻ ഇവിടെ കാണാൻ പറ്റും. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടല്ലേ. ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസിങ്ങിന്റെ കോപ്പികൾ, അതായത് ലൈസൻസിങ് തരുന്ന അതോറിറ്റി FSMP തന്നെയാണ്. ദെൻ അതേപോലെ തന്നെ ISO സർട്ടിഫിക്കേഷൻ മസ്റ്റ് ആണ്. GMP, അതായത് GMP സർട്ടിഫിക്കേഷൻ വേണം. ഹലാൽ തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അതിന്റെ ലൈസൻസിങ് എല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ ലൈസൻസിങ് സെപ്പറേറ്റ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് തമ്പിടാം. ഓക്കെ, ദെൻ നമുക്ക് പ്രോഡക്റ്റുകൾ, ഇപ്പൊ എല്ലാ ആളുകൾക്കും ആഗ്രഹം പ്രോഡക്റ്റുകൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഡിസീസസ് ബേസ് ചെയ്തിട്ട് വേണം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ
നമുക്ക് കുറച്ച് കോമൺ ഫാക്ടറിനെ ബേസ് ചെയ്തോട്ട് പോകാം. ഇപ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു മീൻസ് ഇഷ്യൂ ആണ് ഡയബറ്റിക്. അപ്പൊ നമ്മളത് ഡയബറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് ലോങ് ലൈഫിൽ നമ്മൾ എന്താ പറയാ ഇൻസുലിനും മെഡിസിനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഡയബറ്റിക് എന്ന് പറയുന്ന അവസ്ഥ ഒരു ബേസിക് ആണെങ്കിൽ പോലും അത് ലീഡ് ചെയ്യുന്നത് ഒട്ടനവധി അസുഖങ്ങളിലേക്ക് പോകും. അപ്പം നമ്മളിവിടെ കോമ്പിനേഷൻസ് കൃത്യമായിട്ടും കോമ്പിനേഷൻസ് ഇവിടെയാണ് കോമ്പിനേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏതൊക്കെ കോമ്പിനേഷൻസ് കൊടുക്കണം, ഏതൊക്കെ രീതിയിലാണ് ഈ കോമ്പിനേഷൻസ് ആക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡയബറ്റിക് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ദിവസത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച ഒരു പ്രൊഡക്റ്റിന്റെ പേര് കയറി വരും അല്ലേ? നിങ്ങൾക്കറിയാലോ എന്താ പേര്? ഒന്ന് ടൈപ്പ് ചെയ്യാവോ അല്ലേ? എന്താണ് പേര് വരിക? ഡിമിക്സ് അല്ലെ? ഡിമിക്സ് എന്ന പേര് നിങ്ങളുടെ മനസ്സിലോട്ട് കൂടി വരും. പക്ഷേ അത് നമ്മൾ പഠിച്ചു വെക്കണം. ഡിമിക്സ് അപ്പം ന്യൂട്രിൻവിറ്റി അല്ല, ഡിമിക്സ്. ഓക്കെ, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഡിമിക്സ് എന്നാണ്. അപ്പം ഡിമിക്സ് കൊടുത്താൽ ഡയബറ്റിക് മാറുമോ? ഡയബറ്റിക് മാറും. പക്ഷേ എത്ര കാലമായി ഇത് അനുഭവിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ മാറ്റം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ന്യൂട്രാസ്യൂട്ടിക്കലിനുള്ള ഒരു പ്രത്യേകത ആയുർവേദത്തിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ അലോപ്പതി എന്നാണ് ന്യൂട്രാസ്യൂട്ടിക്കലിൽ അറിയപ്പെടുന്നത്. എന്താണ് ആയുർവേദത്തിലെ അലോപ്പതി? എന്താ ആയുർവേദത്തിന്റെ പ്രശ്നം? എന്താ? നമ്മളൊരു റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ആൾക്കാർ പോയത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, ഫാസ്റ്റ് റിസൾട്ട് കിട്ടില്ല. ഫാസ്റ്റ് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അലോപ്പതിയിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പം റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ അലോപ്പതി എന്ന് പറയുന്ന ആ ഒരു പോയിസണസ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് നമ്മൾ കിടക്കാൻ എത്രയും പെട്ടെന്ന്, കാരണം നമുക്ക് ഫാസ്റ്റ് ആണ്, സ്പീഡി ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടത്. ഇവിടെയാണ് എത്നോ മെഡിസിൻ്റെതും ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെയും ഒരു സെഗ്മെന്റ്സിന്റെ പവർ കണക്കുന്നത്. അതുകൊണ്ട് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ വിളിക്കുന്നത് ആയുർവേദത്തിലെ അലോപ്പതി എന്നാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പം ഡിമിക്സ് പറഞ്ഞപ്പോൾ നമുക്കറിയാം എത്രയാണ് ഒരു നോർമൽ ഷുഗർ എന്ന് അറിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ഷുഗർ ലെവൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയില്ലേ? അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? നോർമലി 120. എന്നാൽ സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിലോട്ട് ഷുഗർ ലെവല് കയറുന്ന സമയത്തോ കുറയുന്ന സമയത്തോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പലതരത്തിലുള്ള ഡിസോർഡേഴ്സും ഉണ്ടാകും. ഇപ്പൊ നോർമലി ഒരു 200-ന് അടുത്ത് ഷുഗറുള്ള ഒരാളാണെങ്കിൽ 150, 180, 200 ഒക്കെയുള്ള ഷുഗറുള്ള ആളെങ്കിൽ ഡിമിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഷുഗർ ലെവല് ബാലൻസ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട്. എന്നാൽ 200-നും 300-നും ഇടയ്ക്കാണ് ആൾക്ക് ഷുഗർ ലെവൽ ഉണ്ടെങ്കിലോ അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ലിവർ ഫങ്ഷനെ പോലും ഡിസോർഡർ ആക്കിയിട്ടുണ്ടാവും. കാരണം ഇത് ഇന്നലെ വന്നതല്ല. അതായത് ഒരു അസുഖം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഡിസോർഡർ വരുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. 5 മുതൽ 10 വർഷം വരെ അത് ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇതൊരു ഔട്ട്പുട്ട് ആയിട്ട് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പൊ ഈ 10 വർഷത്തെ ഹിസ്റ്ററി ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് അത്രയും ശരീരത്തിന് അത്രമാത്രം ഡാമേജസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവറി ചെയ്തെടുക്കാൻ അതിന് ആനുപാതികമായിട്ടുള്ള സമയം വേണം. ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ 200 എന്നുള്ളത് 300-ലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ സൗണ്ടഡ് ഫ്ലോ എന്ന് പറയുന്ന നമ്മുടെ ഡ്രിങ്കും കൂടി കൊടുക്കണം. സൗണ്ടഡ് ഫ്ലോ എന്താ നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ ബ്ലഡ് വെസൽസിനെ പ്യൂരിഫൈ ചെയ്യുകയും ഷുഗർ കൗണ്ടിന്, അതായത് ശരീരത്തിലൂടെയുള്ള രക്തത്തിലൂടെയുള്ള ബ്ലഡിന്റെ മൊമെന്റ്സ് വളരെയധികം എൻസൈംസും പ്രോട്ടീൻസും ലിവർ തരുന്നതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ സഹായിക്കും, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സൗണ്ടഡ് ഫ്ലോ. അപ്പം ഡിമിക്സിനോട് കൂടിയിട്ട് സൗണ്ടഡ് ഫ്ലോയും കൂടി കൊടുക്കണം. പക്ഷെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യണം. 2023-ൽ കാണിച്ച ടെസ്റ്റ് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. എപ്പോൾ ടെസ്റ്റ് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ
ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര ഷുഗർ ലെവൽ ഉണ്ടെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്നാൽ അടുത്തൊരു ചോദ്യമുണ്ട്, ഇത് കഴിച്ച സൈഡ് എഫക്റ്റ് ഉണ്ടോ? എനിക്ക് ഷുഗർ ഇല്ല, ഞാൻ ഡീമിക്സ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതായത് ഷുഗർ ഇല്ലാത്ത ഒരാള്, ഷുഗർ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരാള് ഡീമിക്സ് കഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അളവ് ഒരു പരിധിയിലേക്ക് കൂടുതലേക്ക് പോയി കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നോർമലായിട്ട് അദ്ദേഹം ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഗുണപ്രദമാണ്, പ്രത്യേകിച്ച് യാതൊരുവിധ ദോഷവുമില്ല. അപ്പം ഒരു പ്രൊഡക്റ്റും ഒരാൾക്കും ദോഷകരമല്ല. അസുഖമില്ലാത്തവനും അസുഖമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ 200 വരെ ആണെങ്കിൽ ഡീമിക്സ് കൊടുക്കാം, 200ന്റെ മേലേക്ക് പോയി 300 ആണെങ്കിൽ സൗണ്ടഡ് ഫ്ലോ കൊടുക്കാം. 300ന്റെ മേലേക്ക് പോവുകയാണെങ്കിൽ സൗണ്ടഡ് ഫ്ലോ മാത്രമല്ല, കുർക്കുമോ ലോങ്ങ എന്ന് പറയുന്ന അതർ കോമ്പിനേഷൻസ് കൂടി കൊടുക്കണം. കുർക്കുമിൻ എക്സ്ട്രാക്റ്റും കൂടി കൊടുക്കണം. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവുക. അതിഗംഭീരമായിട്ടുള്ള റിസൾട്ട് നമ്മൾക്ക് വരും. പിന്നെ അടുത്തൊരു കാര്യമുണ്ട്. അപ്പൊ ഈ 200ന്റെ മുകളിലിരിക്കുന്ന ആൾ എന്തായാലും ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടാകും. 300ന്റെ മേലെ ഇരിക്കുന്ന ആൾ ഒരു പക്ഷേ ഇൻസുലിൻ എടുക്കുന്നുണ്ടാകാം. അപ്പൊ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസുലിൻ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഇൻസുലിൻ പല രീതിയിലും ഉപയോഗിക്കാറുണ്ട്. ഇഞ്ചക്ഷൻ ആയിട്ടും ഗണ്ണുകൾ, പെൻസിൽ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡീമിക്സിന്റെ ഈ കോമ്പിനേഷൻ നമ്മളെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റില് അവര് ഈ ഒരു പാറ്റേൺ ഓഫ് ഫുഡ് സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻസുലിൻ നോർമലൈസ് ചെയ്ത് 2, 3, 4 ഡേയ്സ്, ഒരു 7 ഡേയ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരമാവധി ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഷുഗർ ടെസ്റ്റിന് പോകണം. ഷുഗർ ടെസ്റ്റിൽ പോയിട്ട് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് കുറയ്ക്കണം? അവിടെ ഇൻസുലിന്റെ അളവ് കുറയ്ക്കണം. ഉദാഹരണത്തിന് സിഗരറ്റ് സ്ഥിരമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ? ഉണ്ടാകും. സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഗ്രാജുവലി സ്റ്റോപ്പിങ്, എന്തൊരു കാര്യവും സ്റ്റോപ്പിങ് ഗ്രാജുവലി. ഇപ്പൊ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ സ്വീകരിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ആക്ഷൻ പ്ലാൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ തന്നെ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഷുഗറിൽ നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മെല്ലെ ഇൻസുലിന്റെ കോഴ്സ് കുറച്ച് കൊണ്ടുവരണം. ഒരു 15 ഡേയ്സ് വെച്ചിട്ട് പീരിയോഡിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഷുഗർ ലെവൽ കുറയുന്നുണ്ടോ ആ കോഴ്സ്? കാരണം എന്താണ്, ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഒരു കോമ്പോണന്റ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ഷുഗർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിന് ബദലായിട്ടാണോ ആ സാധനം എന്നുള്ളത് ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള സമയം വേണം. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഇത്തിരി കുറയ്ക്കാൻ പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് ആ കോഴ്സ് പൂർത്തീകരിക്കുമ്പോൾ 3 to 6 months ഒരുപക്ഷെ ഈ കോഴ്സ് പൂർത്തീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് എത്ര കാലം ഈ അസുഖം അല്ലെങ്കിൽ എത്ര കാലം ഈ ഷുഗർ ബുദ്ധിമുട്ടുണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അപ്പം ആ കോഴ്സ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് പിന്നീട് ആ റിസൾട്ട് നോർമലൈസ് ചെയ്ത് വരുമ്പോൾ ആ കഴിക്കുന്ന ഇൻസുലിനിൽ നിന്നും നേരെ ഗുളികയിലോട്ട് മാറണം. അതായത് മെല്ലെ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. അതായത് ടാബ്ലറ്റിന്റെ പവർഫുൾ ആണ് ഇൻസുലിൻ വരുന്നതെങ്കിൽ ടാബ്ലറ്റിലേക്ക് വന്ന് മെല്ലെ 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 ടാബ്ലറ്റ് കുറച്ച് പരിപൂർണമായിട്ടും ഡീമിക്സിലേക്ക് തന്നെ ബോഡി ഫങ്ഷനിങ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു റിക്കറിംഗ് മെത്തേഡിലൂടെ ഡീമിക്സ് ഉപയോഗിച്ചാൽ മതി. പാൻക്രിയാസ് നോർമലായിട്ട് ഇൻസുലിൻ ജനറേറ്റ് ചെയ്ത് തുടങ്ങുകയും നമ്മുടെ ശരീരത്തിലുള്ള എന്താ പറയുന്നത് ഡയബറ്റിക്, അതായത് ഗ്ലൂക്കോസിന്റെ ലെവലിനെ ബാലൻസ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അതായത് ശരീരം തന്റെ സ്വാഭാവികമായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷനിലേക്ക് എത്തും. അതാണ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ്. വളരെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ കൊണ്ട് തന്നെ അതിന്റെ ശരിയായ പ്രവർത്തനത്തിലേക്കാണ് ഈ സപ്ലിമെന്റ്സ് എത്തിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഫംഗ്ഷൻ ബോഡി നോർമലൈസ് ചെയ്ത് വരികയും ഷുഗർ ലെവൽ അത് കുറച്ച് കാലം, കാരണം 10 വർഷമുള്ള ഒരാൾ 6 മാസത്തെ കോഴ്സ് കൊണ്ട് ഈ ഒരു സ്റ്റോപ്പ് ചെയ്താലും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം, ഏകദേശം 1 വർഷക്കാലം ഡീമിക്സ് തന്നെ ഒരു സപ്ലിമെന്റ് ആയിട്ട് 1 കോഴ്സ് എടുത്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി ആ ഫംഗ്ഷൻ ഡെവലപ്പ് ആവുകയും അത് എന്താ പറയുക വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മൾക്ക് ഷുഗർ ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. 2, ഇതിൽ നിന്ന് മാറണം എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ ഗുളിക കഴിച്ചിട്ട്
അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഗുളികകളൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക്, മെഡിസിൻ ഒന്നും ഇല്ലാത്ത ഒരു ലോകം എനിക്ക് വേണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ പ്ലാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഒട്ടനവധി ആളുകൾക്ക്, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4.5 കോടി ജനങ്ങളിൽ ഏകദേശം 1 കോടിയിലധികം ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് അഫക്റ്റഡ് ആൾക്കാരുണ്ട്. അപ്പൊ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് തന്നെ പാൻക്രിയാസിന്റെ ആ ഒരു പ്രസൻസ് ഇല്ലാത്തതായിരിക്കും ടൈപ്പ് 1. ടൈപ്പ് 1 സം ടൈംസ് ഇത് എഫക്ട് ചെയ്യാം, പക്ഷെ ടൈപ്പ് 1 നമ്മൾ R&D നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഇത് നമുക്ക് കൊടുത്തതെല്ലാം തന്നെ നല്ല റിസൾട്ട് തന്നെയാണ്. നമ്മുടെ ടെസ്റ്റിമോണിയൽ പാറ്റേൺ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഷുഗർ ഉള്ള ആളുകളുടെ കുറവ് വന്നിരിക്കുന്നത്. അപ്പം 1 കോടിയിലധികം വരുന്ന ടൈപ്പ് 2 ഡയബറ്റിക് ആൾക്കാർ കേരളത്തിൽ മാത്രമുണ്ട്. അതിന്റെ 0.001% ആളുകൾക്ക് പോലും നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുകയോ അവരതിൽ നിന്നും എന്താ പറയുക മോചിതരാക്കാൻ പറ്റുകയോ ഒന്നും നമുക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇതൊരു ലൈഫ് പാറ്റേൺ ആണ് ഈ ഡയബറ്റിക്. അപ്പൊ ഡയബറ്റിക് എന്ന് പറയുമ്പോൾ ആദ്യം ഡിമിക്സ് വന്നു, പക്ഷേ അവർക്ക് 200 മേലെ ആണെങ്കിൽ കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, 300 മേലെ ആണെങ്കിൽ അടുത്ത കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അവർക്ക് ലിവർ ഡാമേജും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ, അപ്പൊ അവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർ കാണുകയാണ് ഫാറ്റി ലിവർ ഉണ്ട്, അതേപോലെ തന്നെ ലിവർ ഫൈബ്രോയിഡ് ഉണ്ട് എന്നൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്ന ഒരു സാധനം കൂടി എന്താണത്? ലിവാപിൽസ്. ലിവാപിൽസ് എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കണം. ലിവാപിൽസ് എന്ന് പറഞ്ഞാൽ ഒരു അമൃതമാണ്. നമ്മുടെ ലിവറിന് 60% ഡാമേജ് ആയാൽ പോലും പരിപൂർണമായിട്ടും റിക്കവർ ചെയ്തു വരാൻ സ്വയമേവ കഴിവുള്ള ഒരു ഓർഗാനാണ് ലിവർ. പക്ഷെ നമ്മൾ കഴിക്കുന്ന കൊക്കക്കോള, സ്പ്രൈറ്റ്, മയോണൈസ്, മോഡേൺ ഫുഡ്സ്, പലപ്പോഴും നമുക്കറിയില്ല 2 വസ്തുക്കൾ തമ്മിൽ ചേരുമ്പോൾ അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. അത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. 2 വസ്തുക്കൾ, ഉദാഹരണത്തിന് നമ്മൾ നന്നായിട്ട് കള്ളു കുടിച്ചു, ആൽക്കഹോൾ അടിച്ചു, നല്ല ഒരു 2-3 പെഗ് അടിച്ചു, അടുത്ത ഗ്ലാസ് നമ്മൾ മോരെടുത്ത് കുടിച്ചാൽ എന്ത് സംഭവിക്കും? അതായത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് മോരും കുടിക്കുന്നു, എന്ത് സംഭവിക്കും? ഈ മദ്യപിച്ചതിന്റെ ഫലം കിട്ടില്ല. കാരണം എന്താ? ഈ കഴിച്ചതിനെ ആര് ന്യൂട്രലൈസ് ചെയ്യും? മോര് ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ഇത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ ഭക്ഷണശീലങ്ങളിൽ നമ്മുടെ ശരീരത്തിനെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും ഡാമേജ് ആക്കുന്ന ഭക്ഷണശീലങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ വിട്ടു നിൽക്കേണ്ടതും ഇതിൻ്റെ അകത്ത് വളരെ അനിവാര്യമാണ്. ഇതുവരെ അങ്ങനെ ഒരു അസുഖമില്ലാത്ത ആളുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് ബാലൻസ് ചെയ്ത് പോവുകയും വേണം. അതായത് നമ്മുടെ ഭക്ഷണശീലങ്ങളെ കൃത്യമായിട്ടൊരു ക്രമീകരണത്തിൽ കൊണ്ടുപോകണം. പിന്നെ ഡെയിലി റുട്ടീൻ, നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഒക്കെ സെഷൻ നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഡെയിലി റുട്ടീൻ വരെയുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത്, ഇത് ഡയബറ്റിക്കിന് എന്താ ഗുണം? ഡയബറ്റിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ബേക്കിംഗ് സോഡ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് ടൂത്ത് പേസ്റ്റ്. ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ സ്വാളോയിങ്, വായിൽ കിടക്കുന്ന ചില തരത്തിലുള്ള രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കുറെ എൻസൈംസ് വായിലുണ്ടാകും. നമ്മൾ ആദ്യം തന്നെ എഴുന്നേറ്റ പോലെ തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വായ് കഴുകുമ്പോൾ ഈ എൻസൈംസ് വായ് കഴുകുന്നതോടൊപ്പം തന്നെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള സാധനം നമ്മുടെ ബോഡി തന്നെ കൃത്യമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ മൗത്ത് വാഷ് അടിച്ച് വായൊക്കെ ഒന്ന് കഴുകിക്കളയും. അപ്പൊ ഈ എൻസൈംസ് ഈ കഴുകലിനോടൊപ്പം തന്നെ പുറത്തേക്ക് പോകും. അപ്പൊ ഇത് ഡയബറ്റിക് ആയ ആളുകളെ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഹീമോ പ്ലസ് എന്ന് പറഞ്ഞത് 100% എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഡയബറ്റിക് ആയ ആൾക്ക് ഉപയോഗിക്കണം, ഡയബറ്റിക് അല്ലാത്ത ആളുകൾക്കും ജനറലി എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹീമോ പ്ലസ്. ഹീമോ പ്ലസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. ബ്ലഡിന്റെ pH ലെവൽ, pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. വെള്ളത്തിന് ഒരു pH ഉണ്ട്, അറിയാലേ? വെള്ളത്തിന്റെ pH, ആ pH ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് ആസിഡ് എന്നും, pH ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ പേര് ആൽക്കലിൻ എന്നുമാണ് പറയുക. ആൽക്കലിനും ആസിഡും രണ്ടും 2 തരത്തിലുള്ള പാറ്റേൺ ആണ്. അതായത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വെള്ളം എന്ന് പറഞ്ഞാൽ 7 ആണ് pH, 7 ആണ് അതിന്റെ pH. 1 to 14 വരെയാണ് pH ചാർട്ട് ഇരിക്കുന്നത്. ആസിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എടുത്ത് വെക്കാൽ സ്പ്രൈറ്റ് എടുക്കുക, ട്രാൻസ്പെറന്റ് അല്ലേ? നിങ്ങൾക്ക് ലിക്വിഡ് കിട്ടും, അതായത് pH ലെവൽ ടെസ്റ്റിംഗ് ലിക്വിഡ് കിട്ടും, അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ല, ചെമ്പരത്തി ഇല വെള്ള പേപ്പറിൽ വരച്ചുണ്ടാക്കുന്ന ലിറ്റ്മസ് പേപ്പർ, അത് കടകളിൽ മേടിക്കാൻ കിട്ടും. ഈ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട്
ഒരു സ്പ്രൈറ്റ് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിനകത്ത് മുക്കിയിടുക. എന്നിട്ട് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വോഡ്ക മേടിക്കുക. വോഡ്ക എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്. ചെറിയൊരു ബോട്ടിൽ മേടിച്ച് അതിലും ഈ ലിറ്റ്മസ് പേപ്പർ ഇടുക. പച്ചവെള്ളം വീട്ടിലുള്ളത് എടുക്കുക. അതിലും ലിറ്റ്മസ് പേപ്പർ ഇടുക. ഇതൊക്കെ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ടാണ് കാണാൻ എളുപ്പത്തിനാണത് പറയുന്നത്. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്ന ഒരു സാധനം കാണാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാധനം സ്പ്രൈറ്റിനേക്കാളും കുറച്ച് മികച്ചതായിരിക്കും എന്ത്? വോഡ്ക. എന്ന് വിചാരിച്ച് മദ്യപാനം നല്ലതാണെന്നല്ല പറഞ്ഞത്. ഈ വോഡ്കയെക്കാളും ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ് സ്പ്രൈറ്റ്. അത് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കാൻ പറ്റും. സ്പ്രൈറ്റ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നത്. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഡാമേജസ് എനിക്കും ഉണ്ട്. അത് ഞാൻ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. ഇതിനനുസരിച്ച് വായിൽ വരുന്ന കുറെ ആക്ഷൻ പ്ലാനുകളുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു സ്ക്രീനിൽ ഇന്നലെ ഷെയർ ചെയ്തൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാവിലെ, അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ ഹീമോ പ്ലസ് കഴിക്കുകയാണെങ്കിൽ പല്ല് തേക്കുന്നതിന് മുൻപ് 10 ml എടുത്ത് വായിൽ ഒന്ന് കുലുക്കുഴിഞ്ഞിട്ട് അത് കുടിക്കുക. കുലുക്കുഴിഞ്ഞ് തുപ്പിക്കളയില്ല. കുലുക്കുഴിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വായിന്റെ ഉള്ളിൽ കൂടി ഒന്ന് ഫ്ലോ ചെയ്തിട്ട് അതങ്ങ് കുടിക്കുക. അപ്പൊ ഈ എൻസൈംസും ഹീമോ പ്ലസും കൂടി ബ്ലഡിൽ കയറും. ഇത് നമ്മളെ pH ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ എന്തിനാ അതിന്റെ ആവശ്യം എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ശരീരത്തില് pH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ബ്ലഡിൽ ബാലൻസ് ആകണം. ആയില്ലെങ്കിൽ നമുക്ക് പല അസുഖത്തിലേക്കും നമ്മൾ കാലെടുത്ത് വെക്കും. ഒരു എക്സാമ്പിൾ, രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ ശീലം എടുത്താൽ ചായ കുടിക്കുന്നു. ചായ എന്താ? ആസിഡാണ്. കാപ്പി കുടിക്കുന്നു. കാപ്പി എന്താ? ആസിഡാണ്. ഇഡ്ഡലി ചമ്മന്തി കഴിക്കുന്നു. ചമ്മന്തി എന്താണ്? ആസിഡാണ്. അല്ലെ? ദോശ ചമ്മന്തി കഴിക്കുന്നു. ആസിഡാണ്. അല്ലെങ്കിൽ രാവിലെ ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയും കഴിക്കുന്നു. ആസിഡാണ്. എഗ് റോസ്റ്റും അല്ലെങ്കിൽ ചപ്പാത്തിയും കഴിക്കുന്നു. ആസിഡാണ്. മീൻ കറിയും ചപ്പാത്തിയും കഴിക്കുന്നു. ആസിഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ചായ വീണ്ടും കുടിക്കുന്നു. സ്നാക്സ് കഴിക്കുന്നു. ആസിഡാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു. അച്ചാറ് കൂട്ടുന്നു. ആസിഡാണ്. പപ്പടം കഴിക്കുന്നു. ആസിഡാണ്. തൈര് കൂട്ടുന്നു. ആസിഡാണ്. കറികൾ കഴിക്കുന്നു. ആസിഡാണ്. ഇതെല്ലാം ആസിഡാണ്. ബിരിയാണി കഴിക്കുന്നു. ആസിഡാണ്. വൈകുന്നേരം ചായ കഴിക്കുന്നു. പഴംപൊരി, സമൂസ ഇതൊക്കെ ആസിഡാണ്. രാത്രി വീണ്ടും ആസിഡാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണശീലത്തില് നമ്മൾ 95% നമ്മൾ എന്താ കഴിക്കുന്നത്? ആസിഡാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ആസിഡ് മാത്രം മതിയോ? അസിഡിറ്റിക് നേച്ചറിലുള്ള ഫുഡ് സ്കെഡ്യൂളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അസുഖം വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ആവണം. ആൽക്കലിനിറ്റി വരണം. ആൽക്കലിനിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും നമ്മുടെ ഈ ഭക്ഷണശീലത്തിൽ എന്തൊക്കെ ആൽക്കലിൻ ഫുഡ് ഉണ്ട്? വാട്ടർമിലൻ ആൽക്കലിൻ ആണ്. വാട്ടർമിലൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആൽക്കലിൻ. ചില ഫുഡുകളൊക്കെ ആൽക്കലിൻ. അവക്കാഡോ ആൽക്കലിൻ ആണ്. അപ്പൊ നമ്മുടെ ഭക്ഷണശീലത്തിൽ, അതേപോലെ സാലഡ്, ഇപ്പൊ നിങ്ങൾക്കറിയാം ഗൾഫ് കൺട്രീസിലൊക്കെ നിങ്ങളൊക്കെ യഥേഷ്ടം പോയി വരുന്ന ആൾക്കാരായിരിക്കും. അവിടെ ആദ്യം ബിരിയാണി കൊണ്ടുവന്ന് വെച്ചാൽ ആദ്യം ബിരിയാണി അല്ല കഴിക്കുക. പകരം എന്താണ്? നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും. എന്താണ്? സാലഡാണ് കഴിക്കുക, അല്ലെ? സാലഡ് നന്നായിട്ട് കഴിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബോഡിയിലെ അസിഡിറ്റി ലെവലിനെ കറക്റ്റ് ബാലൻസ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് കയറി ചെല്ലുന്നത്. നമ്മൾ നേരെ തിരിച്ചിട്ട് ആദ്യം ബിരിയാണി അടിക്കും, അവസാനം എന്ത് കഴിക്കും? സാലഡ് എടുത്ത് കഴിക്കും. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തില് നമ്മൾ കൊണ്ടുവരുന്ന ബോഡിയിലേക്ക് കൊടുക്കുന്നത് മൊത്തത്തിൽ ഒരു അസിഡിറ്റിക് നേച്ചറാണ്. ഈ അസിഡിറ്റിക് നേച്ചറിനകത്ത് അസുഖങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു മൂല്യവത്തായിട്ടുള്ള ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ്. എല്ലാ ആളുകളും, ചെറിയ കുട്ടി, 5 വയസ്സുള്ള കുട്ടി തൊട്ട് മുകളിലേക്കുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഹീമോ പ്ലസ്. ചെറിയൊരു കുപ്പിയാണ്, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതിന്റെ പവർ നിങ്ങൾക്കറിയില്ല. ബ്ലഡിന്റെ pH ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അമൃതാണ് ഹീമോ പ്ലസ്. ഇത് ജനറൽ ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യം. ഞാൻ ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കുക. ഡയബറ്റിക് തൊട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സപ്പോർട്ടിംഗ് ഏജന്റ് ആണ് കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കുക. അതൊന്ന് നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ വായിൽ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അനാവശ്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ് മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ കഴുകി അതിനകത്തുള്ള നല്ല ബാക്ടീരിയനും ചീത്ത ബാക്ടീരിയനും നശിപ്പിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് നിങ്ങളൊന്ന് ശീലമാക്കി നോക്കുക. കാരണം അത് നല്ല മൈക്രോബലാണ്. വായ്ക്കകത്ത്
ഫംഗസും ബാക്ടീരിയാസും ജനറേറ്റ് ചെയ്യുന്നത് ഇല്ലാണ്ടാക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത്, പണ്ടുള്ളവർ നാക്ക് വടിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ആ പരിപാടി ഒന്നും ഉണ്ടാവില്ല അധികം. അല്ലെങ്കിൽ നമ്മൾ ടങ് ക്ലീനർ ഉപയോഗിക്കും, അല്ലെ? ടങ് ക്ലീനർ, മെറ്റല്, പ്ലാസ്റ്റിക്, അല്ലെ? പണ്ട് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്? പണ്ട് എന്തായിരുന്നു നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ. ഈർക്കിലിയാണ്, അല്ലെ? ഈർക്കിലിയാണ്. തെങ്ങിന്റെ ഈർക്കിലി ഉപയോഗിച്ചാണ് പല്ല് തേച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നാ ഗുണമുണ്ട്. അത് കൃത്യമായിട്ടും നിങ്ങൾക്കറിയാം. ഇപ്പോൾ ആമസോണിൽ ടങ് ക്ലീനർ ആയിട്ട് ഈർക്കിലിയുടെ പാക്കറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഈർക്കിലി പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ട്. എന്തിനാണ്? ഈർക്കിലിക്ക് ഒരു ഗുണമുണ്ട്. ഈർക്കിലി കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മൾ നാക്ക് വടിക്കുകയാണെങ്കിൽ ഈർക്കിലിയിൽ ഒരു എൻസൈംസ് ഉണ്ട്. തെങ്ങിന്റെ ഈർക്കിലിയിൽ ഒരു എൻസൈംസ് ഉണ്ട്. ഈർക്കിലി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈർക്കിലിനെ നമുക്ക് എന്താണ് ഈർക്കിലി പോലത്തെ എന്നൊക്കെയാണ് പറയുക. പക്ഷെ എന്താ ഈർക്കിലി എന്ന് മനസ്സിലായോ? തെങ്ങിന്റെ ഓലയിൽ നിന്ന് ചീന്തിയെടുക്കുന്ന സാധനത്തിന്റെ പേരാണ് ഈർക്കിലി, അല്ലെ? ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചതച്ചിട്ട് പാലിൽ കുറച്ച് മലരിട്ട് കുറച്ച് ഏലക്ക ചതച്ച് ഒരു ഈർക്കിലിയും ചതച്ചിട്ട് വൈകുന്നേരം തിളപ്പിച്ച് ഒരു ഗ്ലാസ് കുടിച്ച് അത് കൃത്യമായിട്ടും 7 ദിവസം, എല്ലാവരും കുടിക്കരുത് കേട്ടോ. അത് കൃത്യമായിട്ട് റെക്കോർഡിംഗ് ഉണ്ട്. എല്ലാവരും കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഉയർന്ന ക്രിയാറ്റിൻ ഉള്ള ഒരാൾ, ഏറ്റവും ഹൈ ലെവലിൽ ക്രിയാറ്റിൻ, കിഡ്നി കംപ്ലൈന്റ് ഉള്ള ഒരാളാണെങ്കിൽ, സോറി, കിഡ്നി കംപ്ലൈന്റ്, ക്രിയാറ്റിൻ ലെവൽ, കിഡ്നി അല്ല, ക്രിയാറ്റിൻ ലെവൽ ഉയർന്ന ഒരാളാണെങ്കിൽ എന്താണ്, പാലിൽ മലരിട്ട് അതിനകത്ത് ഏലക്ക ചതച്ചിട്ട്, ഏലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക തൊണ്ടും തോലടക്കം ക്ലീൻ ചെയ്ത് ചതച്ചിട്ട് അതിനകത്ത് ഈർക്കിലിയും ചതച്ചിട്ട്, ഈർക്കിലി എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ചതച്ചിട്ട് 9 ദിവസം നിങ്ങൾ കുടിച്ചാൽ 10ാമത്തെ ദിവസം നിങ്ങൾ പോയിട്ട് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് വരും. അപ്പം അത്രയും വിശിഷ്ടമായിട്ടൊരു സാധനമാണ് ഈർക്കിലി. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നാക്ക് വടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുടങ്ങണം. കാരണം ഈർക്കിലി ഉപയോഗിച്ച് നമ്മൾ ടങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ എൻസൈംസ് ടങ്കിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാവുകയും ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എയിംസ് പോലെയുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെയുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയോ അല്ലെങ്കിൽ WHO പ്രതിനിധികൾ സയന്റിഫിക്കലി ഉപയോഗിക്കും. എന്താണ്, ഈർക്കിലി കൊണ്ട് പല്ല് തേച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പത്രത്തിലേക്ക് വായിക്കാൻ ഉള്ള അവസരങ്ങളുണ്ട്. ഇതിവിടെ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമുകളിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഇതിന് എത്ര രൂപ നിങ്ങൾ ചെലവഴിക്കണം? അപ്പം ഇത് കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണശീലവും ലൈഫ് സ്റ്റൈലും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പക്കാ റിജുവിനേറ്റ് ചെയ്തൊരു ഹെൽത്തി പാറ്റേണിലോട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി പാറ്റേണിലോട്ട്, അപ്പൊ നമ്മളിന്ന് സംസാരിച്ച് വന്ന ഡയബറ്റിക്കിന്റെ അലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട ഒരു കോമ്പിനേഷൻ പാറ്റേണുമാണ്. ഓക്കെ, അപ്പോൾ അത് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പോൾ അത് കൃത്യമായിട്ടും നമ്മുടെ ലൈഫിലെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പോലെ ഡയബറ്റിക് ആയ ആളുകളാണെങ്കിൽ കൃത്യമായിട്ടും ഡീമിക്സ് കഴിക്കണം, സൗണ്ടഡ് ഫ്ലോ ഒരു ലെവലിൽ മേലേക്ക് കഴിക്കണം, അല്ലെങ്കിൽ 300ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ കുർക്കുമാലോങ്ങ കഴിക്കണം. അതേപോലെ തന്നെ രാവിലെ പല്ല് തേക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കണം, ഈർക്കിലി ഉപയോഗിച്ച് നാക്ക് വടിക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞ പ്രധാന പോയിന്റുകളാണ്. പിന്നെ നമ്മുടെ സപ്ലിമെന്റ്സ് ഒന്നും തന്നെ മെഡിസിൻ അല്ല. സോ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അധികം ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. Okay, thank you. Thanks a lot, sir. Okay, dear friends, ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഡയബറ്റീസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇന്ന് മുതൽ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു റിലേറ്റീവിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽവാസിയെ, ഒരു നാട്ടുകാരനെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ കണ്ട് അദ്ദേഹത്തിന് ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള എല്ലാ ചേരുവകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ നമുക്ക്
പ്രൊഡക്റ്റ് ട്രെയിനിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ NDM എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ആധികാരികമായിട്ട് വിഷയങ്ങളെ പറ്റി, പ്രൊഡക്റ്റുകളെ പറ്റി സംസാരിക്കുന്ന വ്യക്തികളായി മാറും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഓരോ സെഷൻസും NDM എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മുടെ ടീമിൽ ഒരു നിർബന്ധമാക്കി മാറ്റുക. ഏതൊരു പുതിയ വ്യക്തി ജോയിൻ ചെയ്താലും അവൻ ആദ്യം പകർന്നു കൊടുക്കുന്നത് ഈ ഒരു പ്രോഗ്രാം മടി കൂടാതെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്തു തന്ന, ഈ ഒരു ഇത്രയും വലിയ അറിവ് നമുക്ക് തന്ന അരുൺ സാറിന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്.